പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിൽ എങ്ങനെ ഒരു കടലക്കറിയും ദോശയും ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്ക്. അതിനായിട്ട് തലേ ദിവസം കുതിർത്ത് വെച്ച കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കടലിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കർ മൂടിയിട്ട് 4-5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അതൊന്ന് വെളിച്ചെണ്ണയിൽ ചൂടാകുമ്പോഴേക്കും ഒരു പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഈ രീതിയിലേക്ക് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, വലിയ ജീരകം പൊടിച്ചത് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അത് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ച കടല ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാൻ കടല വെച്ചപ്പോൾ വെള്ളം കുറവായിരുന്നു. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് പാകത്തിലാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക. എന്നിട്ട് 3 മിനിറ്റ് വേവിച്ചെടുക്കുക. തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ഇനി നമുക്ക് ഒരു ദോശ ഉണ്ടാക്കാം. അരി അരച്ച ദോശയാണ്. ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ തടവിട്ട് ഒരു തവി മാവ് ഒഴിച്ചെടുക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. സൂപ്പറല്ലേ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.